ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥിയാണ് യൂട്യൂബർ ജാസ്മിൻ ജാഫർ. സഹമത്സരാർത്ഥി ഗബ്രിയുമായുള്ള കോംബോ സ്ട്രാറ്റജിയായിരുന്നു പ്രധാന വിഷയം. അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഷോയിലേക്ക് എത്തിയത്. എന്നാൽ ഹൗസിൽ വന്ന് ഗബ്രിയുമായി അടുത്ത ശേഷം അഫ്സലുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണെന്നൊന്നും ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരു പ്രപ്പോസൽ വന്നു, അത്രയുള്ളൂ എന്ന രീതിയിൽ മാത്രമാണ് ജാസ്മിൻ ഹൗസിലുള്ളവരോട് പറഞ്ഞത്. ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോ വിഷയം ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ചർച്ചയാക്കിയതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി. പക്ഷേ ഇപ്പോഴും വളരെ മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുകയാണ് അഫ്സൽ. താനും ജാസ്മിനും തമ്മിലുള്ള ബന്ധം തമാശയായിരുന്നില്ലെന്നും വീട്ടുകാരെ പോലും എതിർത്താണ് താൻ ജാസ്മിന് വേണ്ടി നിന്നതെന്നും പറയുകയാണ് അഫ്സൽ. സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾക്ക് മുൻപ് പങ്കിട്ട പുതിയ വീഡിയോയിലാണ് സൈബർ ആക്രമണത്തിനെതിരെ അഫ്സൽ പ്രതികരിച്ചത്. വീഡിയോയിൽ ജാസ്മിനുമൊത്തുള്ള ദൃശ്യങ്ങളും അഫ്സൽ കാണിക്കുന്നുണ്ട്. അഫ്സലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എങ്ങനെയെങ്കിലും ഇത് അവസാനിക്കട്ടെ എന്ന് കരുതി ഒഴിഞ്ഞുമാറി ഞാൻ പോയിരുന്നു. പക്ഷേ വീണ്ടും ഇത് എന്നെയും കുടുംബത്തെയും ഫ്രണ്ട്സിനെയും വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ പ്രസ്തുത കണ്ടന്റ്സ് ജാസ്മിൻ ജിൻഡയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതുകൊണ്ടാണ്. എന്റെ സൈഡിൽ നിന്നും അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചു. ഇനി ഇതിനു മുകളിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. കള്ളങ്ങളുടെ മേൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കും ജാസ്മിനും സത്യമറിയാം. 1.5 വർഷമായില്ല ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്, 1 വർഷമേ ആയിട്ടുള്ളൂവെന്ന് അഫ്സൽ പറയുന്നു. അസ്ലാം അർലിയുടെ കല്യാണത്തിന് വെച്ചാണ് പരിചയപ്പെടുന്നത്. പല സമയത്തും പല സ്റ്റേറ്റ്മെന്റാണ് ജാസ്മിൻ പറയുന്നത്. പുറത്തിറങ്ങിയാലും ജാസ്മിൻ ന്യായീകരിക്കും. കോമാളിയായത് ഞാനാണ്. അവൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. പേഴ്സണൽ കാര്യങ്ങൾ അവളാണ് എടുത്തിട്ടത്. ഞാനും അവളുടെ പാരൻസും പറഞ്ഞാണ് വിട്ടത്. അവിടെ പോയി പേരുകളോ പേഴ്സണൽ കാര്യങ്ങളോ പറയരുതെന്ന്. ആദ്യ ആഴ്ചയിൽ തന്നെ എല്ലാം കൊണ്ട് തുലച്ചു. നിങ്ങൾ എല്ലാവരും ഓരോ കഥ അടിച്ചിറക്കുമ്പോൾ എല്ലാം ബാധിക്കുന്നത് തന്നെയാണെന്നും അഫ്സൽ പറയുന്നു. അതുപോലെ മുന്നേ ഒരു ടോക്സിക് പേഴ്സൺ ആയിട്ടാണ് ജാസ്മിൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ മുന്ന അങ്ങനെയല്ല. എനിക്ക് മുന്നേ വളരെ നന്നായി അറിയാം. പിന്നെ ഞാനുമായി ജാസ്മിൻ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് പറയാം. അസ്ലയുടെ കല്യാണ സമയത്ത് എല്ലാവരും ഒത്തുകൂടിയിരുന്നപ്പോൾ സംസാരത്തിനിടെ ജാസ്മിൻ പറഞ്ഞു, മുന്നയില്ലായിരുന്നുവെങ്കിൽ ഞാൻ അഫ്സലിനെ വിവാഹം ചെയ്യുമായിരുന്നുവെന്ന്. അന്ന് ഞാൻ അത് ചിരിച്ചു തള്ളി. അതിനുശേഷം മുന്നയും ജാസ്മിനും എന്നും അടിയായിരുന്നു. പിന്നെ അറിഞ്ഞു ബ്രേക്കപ്പ് ആയെന്ന്. ഭയങ്കര അടിയായിരുന്നു. മുന്നയുമായി റിലേഷൻഷിപ്പായിരുന്നപ്പോൾ ജാസ്മിൻ എന്നെപ്പറ്റി എപ്പോഴും പുകഴ്ത്തി സംസാരിക്കും. അതുകൊണ്ട് മുന്നയ്ക്ക് എന്നോട് ദേഷ്യമായിരുന്നു. 7 മാസത്തെ ഞങ്ങളുടെ ലവ് ഇന്റിമേറ്റ് ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. എന്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും ജാസ്മിന്റെ നിരന്തരമായ നിർബന്ധപ്രകാരമാണ് ബിഗ് ബോസിലേക്ക് പോകും മുൻപ് വിവാഹം ഉറപ്പിക്കൽ നടത്തിയതെന്ന് അഫ്സൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്റെ അച്ഛനൊക്കെ എതിരായിരുന്നു. എന്നിട്ടും ഞാൻ ജാസ്മിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞങ്ങളുടെ വീഡിയോയും ഫോട്ടോയുമെല്ലാം ജാസ്മിന്റെ ഉമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്തിനാണ് എന്റെ ലൈഫ് നശിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ വരുമ്പോൾ എല്ലാം ചോദിക്കണമെന്ന് അവളുടെ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗബ്രിക്ക് ഞാൻ വിശദമായി മെസ്സേജ് അയച്ചിരുന്നു. അവൻ അത് കണ്ടു, പക്ഷെ പ്രതികരിച്ചില്ല. അവൾ എന്നെ നല്ലോണം യൂസ് ചെയ്തു. കാരണം ഞാൻ അവളെ അത്രത്തോളം വിശ്വസിച്ചു. അവൾ 7 മാസം നാടകം കളിക്കുകയായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. വണ്ടിയിൽ കയറി പോകും മുൻപ് അവൾ എനിക്ക് വാക്ക് തന്നിരുന്നു, തിരിച്ചു വരും, ഞാൻ അഫ്സൽ ഇക്കയുടേതാണ് എന്നൊക്കെ. ചീറ്റിംഗ് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യരുത്. ബന്ധങ്ങൾക്ക് വിലയുണ്ട്. ഞാൻ മേടിച്ചു കൊടുത്ത പലതുമാണ് അവൾ ഹൗസിൽ ഉപയോഗിക്കുന്നത്. അതിന് പ്രതിഫലമായി എനിക്കൊന്നും വേണ്ട. എല്ലാവരും കൂടെ എനിക്ക് കുറച്ച് മനസമാധാനം തന്നാൽ മതി എന്നാണ് അഫ്സൽ വികാരധീനനായി വീഡിയോയിൽ പറയുന്നത്.